ജന്തർ മന്ദിറിലെ സമരമൊക്കെ അവസാനിച്ചു. വിദ്യാർത്ഥികൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് രാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഭീകര ഭരണകൂടം തന്നെയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആഭ്യന്തരമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഇവരോടൊക്കെ ചിലപ്പം രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുക, അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള കുറ്റം തന്നെയാണ് അല്ലേ? രാഷ്ട്രീയപരമായി നമുക്ക് വിമർശനങ്ങൾ നടത്താം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. മിഥുൻ എന്ന് പറയുന്ന ഒരുത്തൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച ദിവസം കഴുത്തറുത്ത് കൊല്ലുമെന്ന് പറഞ്ഞൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ സംഘി കുട്ടന്മാരെല്ലാം കൂടെ വിചാരിച്ചു, താടിയൊക്കെ കണ്ടപ്പോൾ അവൻ മുസ്ലിമാണെന്ന് വിചാരിച്ച് അവൻ്റെ പേരും അവൻ്റെ ഊരും ഒന്നും നോക്കാതെ എടുത്ത് വീഡിയോ അങ്ങോട്ട് ചെയ്തു. വീഡിയോ ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് ഇവൻ മുസ്ലിം അല്ല, ഒരു ഹിന്ദു ആണ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവന് ഭ്രാന്തായി, അവന് വട്ടായി. അവൻ കുറേ നാളായിട്ട് ഊളംപാറയിലായിരുന്നൊക്കെ പറഞ്ഞു വന്ന സംഘികളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ പുച്ഛമാണ് തോന്നിപ്പോകുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ജന്തർ മന്ദിർ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവർക്ക് പിന്തുണ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള ജാൻമണി എന്ന് പറയുന്ന ഒരുത്തിനെ അറിയാലോ? ഒരുത്തിയാണോ ഒരുത്തനാണോ എന്തോ ആയിക്കോട്ടെ. നടത്തിയെന്ന് വെച്ചാൽ 1947 മോദിയുടെ അച്ഛൻ മരിച്ചു. 1950 മോദി ജനിക്കുന്നത്. ഫസ്റ്റ് അച്ഛനെ കണ്ടുപിടിക്കട്ടെ. അതിന്റെ മുമ്പിലൊരു വാക്കുണ്ട്, അത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെയും കൂടെ പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതുപോലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഇവർക്കേ സാധിക്കത്തുള്ളൂ. ഈ പറയുന്നതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർ രാജ്യദ്രോഹിയാവും. അവർ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വരും. പക്ഷേ ഇവരൊക്കെ പെട്ടതായതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവരൊക്കെ നാളെ മാപ്പും പറഞ്ഞു വരും. എന്നിട്ട് അവർക്ക് BJP ടിക്കറ്റും കൊടുത്തിട്ട് ഒന്നില്ല അങ്ങോട്ട് കയറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സാധനവും കൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ജാൻമണി പറയുന്നതും ജാൻമണി ഇപ്പോൾ മാപ്പുമായിട്ട് വന്നിരിക്കുന്നതും നമുക്കൊന്ന് കാണാം. ഇതൊക്കെ ഇവർക്ക് മാത്രമേ സാധിക്കുള്ളപ്പാ, അല്ലാതെ ഇത് വേറെ ആർക്കും പറയാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇവര് സുഡാപ്പിയോ ജിഹാദിയോ ഒന്നുമല്ല. 100% തീർച്ചയായിട്ടും ഏതെങ്കിലും അന്തം കമ്പനി ആയിരിക്കണം. അവർ വേറെ ഏതോ മൂഡിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വീഗാലാൻഡ് ടൂർ പോകുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. വലിയ ചിരിച്ച് ഉല്ലസിച്ചൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു തോക്ക് കിട്ടിയാൽ അവർ നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലും എന്നാണ് പറയുന്നത്. എത്ര ലാഘവത്തോടെ ചിരിച്ച് കളിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കുക. ഈ പറഞ്ഞ ഈ വേട്ടാവളിയുണ്ടല്ലോ, ഇവിടെ ഈ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മറ്റാരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നിനക്കറിയാവോ? അവനുടനെ പറയും ISA ഭീകരൻ, മറ്റേ ഭീകരൻ, ഇവൻ രാജ്യത്ത് വർഗീയകലം ഉണ്ടാക്കാൻ വന്നതാണ്, മറ്റതാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞ് ഈ വേട്ടാവളിയും ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് അഴിഞ്ഞാടിയനായിരുന്നു. ഹിന്ദു നാമധാരി ആയതുകൊണ്ട് അത് അന്തം കമ്മിയായി. എൻ്റെ പൊന്നണ്ണ, നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടാ. എൻ്റെ മുന്നിൽ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവൻ്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടിൽ കാണിക്കാൻ എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവൻ്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇതെങ്ങാനും ഞാൻ പറഞ്ഞ പോലെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ നാട്ടിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കും. ഇന്ന് കത്തത്തിലായിരുന്നു. ഇപ്പം ജാൻമണി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത്, ഇല്ലേ മുഴുത്ത വട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാപ്പ് പറഞ്ഞാൽ ഉടനെ സംഘികൾ ടിക്കറ്റ് കൊടുത്ത് നേരെ അതിനകത്തോട്ട് കയറ്റും. ഏകദേശം അങ്ങനെ ആകാനാണ് വഴിയെന്ന് തോന്നുന്നു. എന്തായാലും മാപ്പ് എത്തിയിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു.
സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ എങ്ങനെയാണ് ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെറ്റപ്പറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതിന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതന്നെ അറിയില്ല ഈ കാര്യം. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. പാവം ഒന്ന് ക്ഷമിച്ചു കൊടുത്തേരുന്നേ. മലയാളവും നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ വയ്യാതെ നാക്കൊടക്കി എന്തോ പറഞ്ഞു പോയതാണ്, അതങ്ങോട്ട് ക്ഷമിക്കാം. ഇപ്പൊ പോരാത്തതിന് മാപ്പും കൂടെ പറഞ്ഞല്ലോ. എന്താണല്ലേ, ഒരുത്തനും സംസാരിക്കയില്ല, മലൻ TV ചർച്ചയില്ല, അതിനകത്ത് കൂടിയിരുന്നുകൊണ്ടുള്ള കീടാണുക്കളുടെ ചെലപ്പില്ല, ഇതൊന്നുമില്ല. കാരണം എന്താണ്, പറഞ്ഞത് ജാൻമണി, മറ്റൊന്ന് വേറെ ഏതോ ഒരു മണി. നമ്മൾ പറഞ്ഞാലോ മനഃപൂർവ്വം ബോധപൂർവം രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. ഇവന്റെ പിന്നിൽ മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, IS ഉണ്ട്, മറ്റേ ഭീകരനുണ്ട്, മറിച്ച ഭീകരനുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഇവനൊക്കെ ഈ രാജ്യത്തിന് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലക്ക് വൃത്തികെട്ട ചെറ്റകളെയും നമ്മൾ കാണുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളില്ല. ഒറ്റ മാപ്പിലങ്ങ് തീർന്ന്. സവർക്കർ ഇങ്ങനെ മാപ്പ് എഴുതി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയല്ലേ. എന്ത് തെമ്മാടിത്തരവും തെണ്ടിത്തരവും സ്വന്തം പാർട്ടിയിലുള്ളവരെ കുറിച്ചിട്ട് സ്വന്തം നേതാക്കന്മാർ തന്നെ പറഞ്ഞാലും ഒരു പുല്ല് ഇവിടെ സംഭവിക്കാനില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ, അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഇത്രയും മോശമായ രീതിയിൽ അവഹേളിച്ച ഇവർക്കെതിരെ ഒരുപാട് പരാതികൾ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിലൊക്കെ എന്തൊക്കെ നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ രാജ്യത്തിൻ്റെ ശാപവും ഈ രാജ്യത്തിൻ്റെ നാശവും ഇവർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.